സ്ഥലം നികത്താൻ മാലിന്യം ഉൾപ്പെടെ ഉപയോഗിച്ചതിന് സ്ഥല ഉടമസ്ഥനും ടിപ്പർ ഡ്രൈവർക്കും കടയുടമയ്ക്കും പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ചിറ്റാരിപ്പറമ്പ് തൊടിക്കളം LP സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ ചെങ്കല്ല് വെട്ടിയെടുത്ത കുഴി നികത്താനാണ് മാലിന്യം ഉൾപ്പെടെ ഉപയോഗിച്ചത്. സ്ഥലം നികത്താൻ അനധികൃതമായി ശേഖരിക്കുന്ന മാലിന്യം ഉൾപ്പെടെ ഉപയോഗിക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. പരിസര പ്രദേശങ്ങളിൽ നിന്ന് അനധികൃതമായി ശേഖരിക്കുന്ന മാലിന്യം സ്ഥലത്ത് നിക്ഷേപിച്ച ശേഷം അതിനു മുകളിൽ JCB ഉപയോഗിച്ച് മണ്ണ് നിരത്തിയിടുന്നതായി സ്ക്വാഡ് കണ്ടെത്തി. മണ്ണിനടിയിൽ പെടാതെ പോയ 2 ചാക്ക് കെട്ടുകളിൽ നിന്ന് ചിറ്റാരിപ്പറമ്പിലെ അൽമാസ് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിന്റെ ബില്ലുകളും ഇൻവോയ്സുകളും സ്ക്വാഡ് കണ്ടെത്തി. സ്ഥലത്തിന്റെ കൈവശക്കാരനായ K. ഗോവിന്ദൻ നമ്പ്യാർ എന്നവർക്ക് 5000 രൂപയും മാലിന്യം തള്ളാൻ ഉപയോഗിച്ച KL 59 AG 1769 ടിപ്പർ ഡ്രൈവർ ഷിജി എന്നവർക്ക് 5000 രൂപയും മാലിന്യം വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്നതിന് 5000 രൂപയും ഉൾപ്പെടെ ആകെ 10,000 രൂപയും പിഴ ചുമത്താനും മണ്ണിനോടൊപ്പം നിക്ഷേപിച്ച അജൈവ മാലിന്യം സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് നോട്ടീസ് നൽകാനും സ്ക്വാഡ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. കൂടാതെ മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനം പിടിച്ചെടുക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. അൽമാസ് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ അംഗീകൃത ഏജൻസികൾക്ക് പൂർണ്ണമായി നൽകുന്നതിന് 10,000 രൂപയും മാലിന്യം വലിച്ചെറിയുന്നതിന് 5000 രൂപയും സ്ക്വാഡ് പിഴ ചുമത്തി. മാലിന്യം വീണ്ടെടുത്ത് തരംതിരിച്ച് ശാസ്ത്രീയമായി സ്വന്തം ചെലവിൽ സംസ്കരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം തരംതിരിച്ച് പൂർണ്ണമായും ഹരിതകർമ്മസേനയ്ക്ക് നൽകാതെ അനധികൃത ഏജൻസികൾക്ക് കൈമാറുന്നതായി കണ്ടെത്തിയാൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, PS പ്രവീൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ സനിത എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.